ഹലോ ഗൈസ്, അപ്പം ഇന്നൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓഗസ്റ്റ് 5 നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജും അയച്ചായിരുന്നു, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, വിചാരിച്ച കോളേജിൽ തന്നെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താ, പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു അലോട്ട്മെൻറ്റ് ക്യാൻസലാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അലോട്ട്മെൻറ്റ് ഒരു പ്രൊവിഷണൽ 16 വരും, അത് കഴിഞ്ഞ് 18 വരും. റിയൽ ആയിട്ടുള്ളത് 18 ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 9 to ഓഗസ്റ്റ് 15 നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റിലുള്ള പോലെ തന്നെയാണ് സെക്കൻഡിലും തേർഡിലൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കത് ഹയർ ഓപ്ഷനായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് തന്നെ ജോയിൻ ചെയ്ത് നമ്മൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ഓപ്ഷൻ ക്യാൻസലായി കിട്ടുന്നിടത്ത് നമ്മൾ എന്തായാലും നമ്മളവിടെ അഡ്മിഷൻ എടുക്കുക കൂടി ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങളെ പോസിബിലിറ്റീസ് ആലോചിച്ചിട്ട് മാത്രം ഓരോ കോഴ്സിനും ഓരോ കോളേജിനും കൊടുക്കുക. നിങ്ങൾക്കിപ്പം ഹയർ ആയിട്ടൊന്ന് കിട്ടുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടോപ്പിൽ കൊണ്ടിട്ട് ഏറ്റവും താഴെയുള്ള കോളേജ് വെക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും കഴിഞ്ഞാൽ സ്ട്രേ വേക്കൻസി മാത്രമേ ഉള്ളൂ. സ്ട്രേ വേക്കൻസിക്ക് നിങ്ങൾ വളരെ കുറച്ച് കോളേജസ് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ആൻഡ് ഇത് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾക്കുള്ളൊരു അവസരമായിട്ട് കണക്കാക്കുക. അപ്പോൾ ശരി, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ടാറ്റ.